നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ഒറ്റ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹം. ഒരു കുട്ടി ഗൗതം, ഒരു കുട്ടി നിധി. അതോടെ ആ ജോലി കഴിഞ്ഞല്ലോ. 2നെയും പ്രസവിച്ച് ഈ കയ്യിലോട്ട് തന്നാ മതി. അത് കഴിഞ്ഞ് എന്റെ ഈ മോളെ ഞാൻ ചിറക് വിരിച്ചു പറക്കാൻ വിടും. ഈശ്വരമംഗലത്ത് ഗൗതമിനേക്കാളും വസുന്ധരയെക്കാളും വലിയ ബിസിനസ് പേഴ്സണായി മാറും എന്റെ മോള്. എനിക്ക് ഇനി ഇവിടെ ഒന്നും കിട്ടിയില്ല. പാറു, ഈ പറഞ്ഞ കാര്യം നടക്കണമെങ്കിൽ ഞാൻ കൂടി വിചാരിക്കണം. അതുകൊണ്ട് മര്യാദക്ക് എന്നെ ഇവിടെ പരിഗണിക്കണം. നിന്റെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് കിട്ടിക്കോളും. നീ ഇവിടെ നിൽക്ക. എന്താ ഇവിടെ നടക്കുന്നത്? ചുംബന സമരമോ? നിങ്ങളുടെ പ്രവൃത്തിയും സംസാരവും ഒന്നും ശരിയല്ല. പ്രായമായ പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? ഇത്തരം കാര്യങ്ങളൊക്കെ അവര് കാണുകയോ കേൾക്കുകയോ ചെയ്താ എന്താവും അവസ്ഥയെന്ന് ഏട്ടത്തെങ്കിലും ചിന്തിക്കണ്ടേ? യാമിനി സ്കൂളിൽ പോയിരിക്കല്ലേ. അവളല്ലാതെ വേറെ ഏത് പെൺകുട്ടി? ശിവാനി എന്താ പെണ്ണല്ലേ? അവൾ ഇതൊക്കെ കണ്ടാ എന്ത് തോന്നും? ഓ പിന്നെ, ഒരുത്തന്റെ കൂടെ പോയി കുറെ നാള് താമസിച്ച് തിരിച്ചു വന്നവൾക്ക് ഇതൊക്കെ എന്താ? അവൾ ഇതിലൊക്കെ PhD എടുത്തവളാണെന്ന് ആർക്കറിയാൻ പാടില്ലാത്ത? അപ്പൊ അടച്ചിട്ട് റൂമിനുള്ളിൽ ചെയ്യുന്നതൊക്കെ പരസ്യമായിട്ട് നടത്താനാണോ നിങ്ങളുടെ ഭാവം? അല്ല, റൂം അടച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. വസുവിന് തീരെ പിടിച്ചിട്ടില്ല. അത് വിട് നിധി, എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണം. പെട്ടെന്ന് എടുത്തോണ്ട് റൂമിലേക്ക് വാ. അതെ, ജ്യൂസ് അടിച്ചിട്ട് വിളിക്കാം. ഇവിടെ വന്ന് കുടിച്ചാ മതി. അത് പറ്റില്ല. റൂമിൽ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് ജ്യൂസ് കുടിക്കണം. ആ ജോലിയാണ് പ്രശ്നം. ജ്യൂസേ ഞാൻ കൊണ്ടെത്തിക്കാം. വേണ്ട, നിധി എന്നെ കൊണ്ടുവരണം. എങ്കിലേ കുടിച്ചത് തന്നെ. നീ എങ്ങോട്ടാ? നീ എങ്ങോട്ടാ? ഞാൻ റൂമിലേക്ക്. അടുക്കള ഭാഗത്താണോ നിന്റെ റൂം? അല്ല, അപ്സ്റ്റേഴ്സില്ല. ഇതാണോ റൂമിലേക്കുള്ള വഴി? സോറി, റൂട്ട് മാറിപ്പോയി. മാറിപ്പോകും. ഇപ്പൊ കറക്റ്റ്. പേടിക്കണ്ട, ഞാനാ. അതോ പേടി? ആരെങ്കിലും കാണും. കണ്ടോട്ടെ, നിന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. ആര് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. പറ്റിച്ചതല്ലേ? അതെ, ഇത്തരം സ്നേഹപ്രകടനങ്ങൾ ഇവിടെ വെച്ച് വേണ്ട. അതൊക്കെ ബെഡ്റൂമിൽ വെച്ച് മതി. അതിന് ബെഡ്റൂമിൽ റൊമാൻസ് ഇല്ലല്ലോ, വഴക്കല്ലേ നടക്കുന്നത്. ബെഡ്റൂമിൽ റൊമാൻസ് നടക്കും. ജോത്സ്യന് മുഹൂർത്തം കുറിച്ചിരിക്കല്ലേ. അതുവരെ ഒന്ന് ക്ഷമിക്കും മാഷേ. എനിക്കിനിയും ക്ഷമിക്കാൻ വയ്യ നിധി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഇതെന്തൊരു ഗതികേടത്. അതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യത്തെ കുറെ നാള് നശിപ്പിച്ചതേ ഈ ഗൗതം തന്നെയല്ലേ? പിന്നെ ആ സമയത്ത് ഇയാള് പിന്നെ സ്നേഹിക്കാൻ മുട്ടി നടക്കായിരുന്നില്ലേ? എന്റെ മനസ്സിലെ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ ഗൗതമിന് കണ്ണില്ലായിരുന്നു എന്ന് മാത്രം. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. എന്നെ കണ്ടെന്ന പോലെ നീ എന്നോട് വഴക്കിടാൻ നടക്കാലായിരുന്നു. ആ വഴക്കൊക്കെ എന്റെ സ്നേഹത്തിൽ നിന്നുണ്ടായതാ. ആണോ? എങ്കിൽ നമുക്ക് സ്നേഹിക്കാം. സ്നേഹത്തോടെ വഴക്കിടാം. വാ വാ വാ. കാട്ടുപോത്തിന്റെ ശക്തിയോ? അയ്യോ പല്ലി! കെട്ടിപ്പിടിച്ചു. അയ്യോ, ഈ വീട്ടിൽ ഇത്രമാത്രം പല്ലി ഉണ്ടായിരുന്നു.
ആ പല്ലി പോയോ? ഇല്ലില്ല, നിറയെ പല്ലികൾ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ നിനക്ക് ഇപ്പൊ ശരിയാക്കി തരാം. ഓ, ഇതൊക്കെ അടവാണെന്ന് എനിക്കറിയാം. എന്നാലും ഗൗതമിന്റെ ഒരു ആഗ്രഹമല്ലേ, നടക്കട്ടെ. നീയായിരുന്നോ? ഞെട്ടിച്ചു കളഞ്ഞല്ലോടി. ഞെട്ടണോ ആന്റി? നമ്മളൊക്കെ ഞെട്ടിത്തരിക്കണം. അത്രയും വൃത്തികെട്ട കാര്യങ്ങളാ ഈ മഹത്തായ ഈശ്വരമംഗലം കുടുംബത്തിൽ നടക്കുന്നത്. എന്താ കാര്യം? നീ ഒന്ന് തെളിച്ചു പറയ്. അയ്യോ, എനിക്കിത് പറയാൻ നാണാവുന്നു. ഞാൻ എങ്ങനെ അത് ആന്റിയോട് പറയും? അയ്യോ, ഞാൻ വിശ്വസിക്കില്ല ശിവാനി. നിനക്ക് നാണോ ആവുന്നു പറഞ്ഞാ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നാണവും മാനവും ഇല്ലാത്തവളാ നീയെന്ന് ഈ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. ഡാഡി ഒരുമാതിരി പോക്കർത്തരം പറയരുത്. അല്ല, ഞാൻ പോഴത്തം പറയരുതെന്നാ ഉദ്ദേശിച്ചത്. ശരി, നീ കാര്യം പറയും. ഓ, എന്റെ ആന്റി, ഗൗതമ നിധി അവിടെ അടുക്കളയിൽ അയ്യോ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നെന്ന് അറിയാവോ? കെട്ടിപ്പിടുത്ത ഉമ്മയിപ്പോ. ബാക്കി ഞാൻ എങ്ങനെ പറയാനാ? ഇപ്പൊ പോയാ രണ്ടിനെ കയ്യോടെ പൊക്കാം. തൽക്കാലം ഇത്രയും മതി. ആ, ബാക്കി നീ ജ്യൂസ് കൊണ്ട് റൂമിൽ വരുമ്പോ. ജ്യൂസ് ഞാൻ ശിവാനിയുടെ കയ്യിൽ കൊടുത്തു വിടും. എന്താ മോളൂസേ, ഞാൻ ശിവാനിയെ കെട്ടിപ്പിടിക്കണമെന്ന് നിനക്ക് അത്ര നിർബന്ധമാണോ? ശരി മോളൂസേ, നിനക്ക് വേണ്ടി ആ ത്യാഗം ചെയ്യാനും എനിക്ക് മടിയില്ല. ദേ, കൊല്ലും ഞാൻ. കൂടുതൽ ചിരിക്കണ്ട. ഇവിടെ നടക്കുന്നതൊക്കെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് സ്ഥലം വിട്. ഞാൻ പോവില്ല. മോളെ നിധി. അയ്യോ മാറൂ, ഞാൻ അവിടെ വിളിക്കാം. പോ. നീ ഇതുവരെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇല്ല, കഴിഞ്ഞില്ല. കഴിഞ്ഞോ ഇല്ലയോ ഏതെങ്കിലും ഒന്ന് പറ. അത് പിന്നെ നിനക്കെന്താ ഒരു പരിഭ്രമം? അതെ, പിന്നെ വല്ലാത്തൊരു കുളിര്. അല്ലല്ല, ഉഷ്ണം. എവിടെ അവൻ? ആര് ആരെ നീ അന്വേഷിക്കുന്നേ? ഗൗതമിനെ. അവൻ ഇവിടെ ഉണ്ട്. ഇല്ലില്ല. ഗൗതം മുറിയിലോട്ട് പോയല്ലോ? ഇല്ല, അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഗൗതമിന്റെ ശബ്ദം ഞാൻ ഇവിടുന്ന് കേട്ടതാ. ശബ്ദോ? അവൻ ഇവളെ കെട്ടിപ്പിടിക്കുന്നതും കിസ് ചെയ്യുന്നതും ഒക്കെ കണ്ടു എന്നല്ലേ നീ പറഞ്ഞത്? സത്യമാണോ? എവിടെ ഗൗതം? എനിക്കറിയില്ല. നീ കേട്ടു, ഇവൾക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഈ ശിവാനി പറയുന്നതേ നീ അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കൂ? അമ്മേ, അല്ലെങ്കിൽ ഈ ശിവാനി പണ്ട് മുതലേ കള്ളം പറയും. കുട്ടിക്കാലത്ത് സാറ്റ് കളിക്കുമ്പോ പോലും മാവിന് പിന്നിൽ ആളുണ്ടെന്ന് ഇവള് പറയും. പക്ഷേ ശരിക്കും ആള് പ്ലാവിന് പിന്നിലായിരിക്കും. അതപ്പാ, ഞാൻ സാറ്റ് കളിച്ചിട്ടില്ലല്ലോ. ഓ, കള്ളനും പോലീസ് ആയിരിക്കല്ലേ നീ ഉദ്ദേശിച്ചേ? അത് തന്നെ, കള്ളനും പോലീസും. ഒന്ന് നിർത്ത്. അപ്പോ ഗൗതം ഇവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞത് കള്ളമായിരുന്നോ? അയ്യോ അല്ല. കള്ളനും പോലീസും കളിച്ചപ്പോ നീ കള്ളം പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോ ഇതും കള്ളം തന്നെയാ. പരമയോഗ്യരായ ഗൗതമിനെ നിധിയെ കുറിച്ച് കളവ് പറഞ്ഞ് ഇവളെ മുക്കാലിക്കെട്ടി അടിക്കുക ചെയ്യേണ്ടത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആരാ തുമ്മിയത്? എന്തൊരു തുമ്മ. ഇത്തവണ തുമ്മിയത് നീയല്ല. മിക്സി നിർത്തടി. എനിക്ക് ജ്യൂസ് അടിക്കണം. ഗൗതമിനെ ദാഹിക്കുന്നുണ്ട് ആന്റി. അവന്റെ ദാഹവേ ഞാൻ തീർത്തോളാം. മാതാശ്രീ ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ ഗൗതം കൂടി കള്ളനും പോലീസ് കളിക്കുക. ഇനി ഞാൻ പോലീസ്, നിങ്ങളെല്ലാം ഓടിക്കോ.
സ്റ്റോപ്പ് ഇറ്റ്. ജോത്സ്യരെ കുറിച്ച മുഹൂർത്തം വരെ കാത്തിരിക്കാൻ ഇവർക്ക് പറ്റില്ലേ? അത് തെറ്റിച്ചേ അടങ്ങുന്ന രണ്ടുപേർക്കും വാശിയാണോ? ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ നിന്ന ഇപ്പൊ എന്താ കുഴപ്പം? ഇത് ഒരുമിച്ച് നിക്കല്ലോ, സാറ്റ് കളിയല്ലേ? ഛെ, ഈ വീട്ടിലൂടെ കണ്ണടച്ചേ നടക്കാൻ പറ്റൂ. അത്രയ്ക്ക് നാണം കെട്ട അവസ്ഥയാ ഇവിടുത്തേത്.